വെൽക്കം ബാക്ക്. ഇന്നൊരു ഡെയിലി വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു റീസെറ്റ് വ്ളോഗ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് സ്റ്റഡി മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. രാവിലെ 5:30 എണിച്ചിട്ട് നല്ല ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് യോഗ, സ്ട്രെച്ചിങ് അതൊക്കെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ടു ഡു ലിസ്റ്റ് ചെയ്താന്ന് വിചാരിച്ചു. എൻ്റെ ഒരു റൊട്ടീൻ ഇതൊക്കെ തന്നെയാണ്. ടു ഡു ലിസ്റ്റ് ചെയ്തൊന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇംഗ്ലീഷൊക്കെ പഠിക്കും. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ചെയ്ത ജേണൽ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജേണലിങ് ബുക്ക് ഇതൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. പ്രിൻ്റ് ഔട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇത് എൻ്റെ ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണ്, iPhone 13 mini വാങ്ങണമെന്ന്. മിനി ആയിട്ടുള്ള ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു ദിവസം വാങ്ങാൻ പറ്റും ഇൻഷാ അല്ലാഹ്, അത്രയ്ക്ക് പറയാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുറച്ച് കോഫി ഉണ്ടാക്കി കുടിച്ചു, പിന്നെ കുറച്ച് സമയം പഠിച്ചു, വീഡിയോ എഡിറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. ഈ ഒരു വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് വോയിസ് ഓവർ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഒരു എനർജിയിൽ നേരെ പോയിരുന്നു പഠിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു എനർജി ഇപ്പം തന്നെ തീർത്തില്ലെങ്കിൽ രാത്രി എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ കുറേ നേരം ഇരുന്ന് പഠിക്കണം. പഠിക്കാനൊക്കെ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. കുറേ പഠിക്കാനുണ്ട്. ഇപ്പം തന്നെ തുടങ്ങിയില്ലെങ്കിൽ അവസാനം കുന്നുപോലാവും. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റഡി വ്ളോഗാണോ, വ്ളോഗാണോ, അല്ലെങ്കിൽ റീസെറ്റ് വ്ളോഗ് അതുപോലത്തതൊക്കെയാണോ വേണ്ടത്, എന്താ വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഞാൻ കുറേ നേരം ഹൈലൈറ്റ് ചെയ്തും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഭയങ്കര മഴയായിരുന്നു. ബ്ലൂമി ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഇനിയിപ്പോൾ വെളിയൊക്കെ വെളിച്ചവും വെട്ടമൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നൊന്നും വീഡിയോ എടുക്കൽ നടക്കൂല. ഇന്നല്ല, ഈ ജന്മത്തിൽ വീഡിയോ എടുക്കൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വേഗം വീഡിയോ എടുത്തു. മഴയൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ ഞാൻ കളറിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നും പ്രത്യേകിച്ചിട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് ഒരു പിക്ചർ ട്രേസ് ചെയ്ത് വരച്ച് അത് പെന്നുകൊണ്ട് വരച്ചിട്ട് അതിൽ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിതുപോലെ കളറിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മഴയേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത കാര്യം വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇങ്ങനെ ഒരു പ്രതീക്ഷ, ഹോപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത ഒരു പ്രിൻറ്റിങ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ടും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷീറ്റിന് 20 രൂപയാണ്. നോർമൽ A4 ഷീറ്റിൽ എടുത്തതാണ്. പക്ഷെ എന്തോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. 20 രൂപ കുറച്ച് കൂടുതലാണ്, എന്നാലും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇത് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിൽ നിൽക്കാനേ പറ്റിയില്ല. അങ്ങനെ ജേണലിങ് ബുക്കിൻ്റെ കവർ പേജ് റെഡിയാക്കി. ഇത് മാത്രമല്ല, കുറേ ജേണലിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഭയങ്കര ബ്ലൂമി ലൈറ്റാണ്. സോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. അതാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ചത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇതിൻ്റെ പുറകെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റീസെറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, റീസെറ്റ് പോലെ കുറച്ച് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. ബ്ലൂമി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലൂമി ലൈറ്റ്. മഴയ്ക്ക് പിന്നെ ഇങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ സമ്മർ സീസണൊക്കെ വന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ നേരെ ക്ലീനിങ്ങിന് പോയി. മുമ്പത്തെ ജേണലൊക്കെ എടുത്ത് മറിച്ച് നോക്കി. അതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം പ്രിൻ്റൊക്കെ എടുത്ത് ജേണലിങ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. ആൻഡ് നമ്മുടെ ഡ്രീംസൊക്കെ ഒരു ഫോട്ടോ ആയിട്ട് ഒട്ടിച്ച് അത് പിന്നെ നടക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ. പിന്നെ കുറേ നേരം ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ക്ലീനിങ് കാണാനായിട്ട് പ്രത്യേക രസമാണ്. അതായത് ഇങ്ങനെ സ്പീഡായിട്ട് ക്ലീനിങ് കാണുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ തോന്നൂലേ, അതിന് വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്യുന്നതന്നെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ പേപ്പേഴ്സൊക്കെ വേണ്ടതൊക്കെ എടുത്ത് ഫയലിൽ വെച്ചു. പിന്നെ കച്ചറയൊക്കെ എടുത്ത് ചാടി ടേബിൾ ഒന്നും കൂടെ ക്ലീൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഹോർലിക്സ് കുടിച്ചു. ഇത്രയൊക്കെയുള്ളൂ.